ഞങ്ങൾ ആദ്യം കുറച്ചു ദൂരം വന്ന് പിന്നെ ആ വണ്ടി തിരിച്ച് വേറൊരു വഴിയിലൂടെ പോയപ്പോ അപ്പുറത്തൊരു ബ്ലോക്ക്, പിന്നെ അത് തിരിച്ച് മറ്റൊരു വഴിയിലൂടെ ചാടി ഏതൊക്കെയോ വഴികളിൽ, അതാ പറഞ്ഞു പാമ്പും കോണിയും കളിക്കുന്ന പോലെയാണ് ഇവിടെ എത്തിച്ചേർന്നത്. അത് കണ്ടപ്പോ തോന്നിയത് പണ്ടൊരു സിനിമയിൽ ജഗതി കട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഈ കട്ടിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആള് മാറി എന്ന് നോക്കിയപ്പോ കട്ടിലിന്റെ നടുവിലൊരു തൂണുണ്ട്. തൂണിന്റെ ചുറ്റുമാണ് കട്ടിൽ വെച്ച് കൂട്ടിയത്. അതുപോലെയാണ് എടപ്പാളിൽ പിടിച്ച് മേപ്പാലം പണിത് വെച്ചിരിക്കുന്നത്. അതെങ്ങനെ അവസാനിപ്പിക്കണം എന്ന് ഉണ്ടാക്കിയാലും അറിയില്ല, ഇതിന് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അത് കൊണ്ടുവന്ന ആൾക്കും അറിയില്ല. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ എടപ്പാൾ കിടക്കുന്നത്. അതായത് ഈ നിയോജക മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മുഖമാണ് എടപ്പാൾ. ആ മുഖത്തെയാണ് വികൃതമാക്കി വെച്ചിട്ടുള്ളത്. കുറെ മരക്കട്ടകൾ കൊണ്ട് താങ്ങി നിർത്തിയ കുറെ സിമന്റ് കഷ്ണങ്ങൾ എന്നേ ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. അതിലൊക്കെ മാറ്റം വരും. ഇടപ്പാളിന്റെ മുഖം നമ്മൾ മിനുക്കി അത് സുന്ദരമാക്കി മാറ്റും. അതുപോലെ തന്നെ നമ്മളിവിടെ ചില വീടുകളിലും ചില കോളനികളിലൊക്കെ കയറുകയുണ്ടായി. ഈ വട്ടംകുളം പഞ്ചായത്തില് 40ഓളം പട്ടികജാതി കോളനികൾ ഉണ്ട്. ഞാൻ അതില് ചില ഭാഗങ്ങളിലേക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ കാണുന്ന പോലത്തെ സ്ഥലങ്ങളെ ഇപ്പോഴും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ചില ഭാഗങ്ങളിലേക്ക് പോകുമ്പോ പട്ടികജാതി കോളനികള്, സുന്ദരമായ റോഡുകള്, നല്ല വീടുകള്, അതുപോലെ തന്നെ എല്ലായിടത്തും വൈദ്യുതി, എല്ലായിടത്തും കുടിവെള്ളം, എത്ര സുന്ദരമായ കോളനികളാണെന്നറിയോ പല ഭാഗങ്ങളിലും. നിങ്ങൾക്കറിയാം, പട്ടികജാതി വകുപ്പിന്റെ കീഴിലുള്ളതാ തോന്നുന്നുണ്ട് ഞങ്ങളുടെ പാലക്കാട് MLA കൊണ്ടുവന്നിട്ടുള്ള മെഡിക്കൽ കോളേജിലെ. ഭരിക്കാൻ അറിയുന്നവനെ തിരഞ്ഞെടുത്താൽ ഉണ്ടാകുന്ന നേട്ടങ്ങളാണ്. എന്താണെങ്കിലും അതിലൊക്കെ മാറ്റം വരും, അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അങ്ങനെ മാറ്റം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് ഈ മണ്ഡലം തിരിച്ചു പിടിക്കണം. ഈ മണ്ഡലത്തിന്റെ എല്ലാ വേദികളിലും ചർച്ച ഇപ്പൊ ജീവകാരുണ്യ പ്രവർത്തനമാണ്. ഇതിപ്പോ മണ്ഡലവും വിട്ട് ഇപ്പൊ കേരളത്തിൽ എല്ലായിടത്തും ചർച്ചയാവാൻ തുടങ്ങിയിരിക്കുന്നതും അത് തന്നെയാണ്, ജീവകാരുണ്യ പ്രവർത്തനം. രോഗികള്, കിഡ്നി രോഗികള്, ക്യാൻസർ രോഗികള്, അല്ലേ? പണ്ടൊക്കെ രാഷ്ട്രീയ വേദികള് അതല്ലെങ്കിൽ ഇത്തരം തിരഞ്ഞെടുപ്പ് വേദികളിൽ ചർച്ചയാവാറുള്ളത് ഒരു വിഭാഗം വികസനങ്ങളെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു വിഭാഗം വികസന മുരടിപ്പിനെ കുറിച്ച് സംസാരിക്കും. ഇത് മാറി. ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ വേദികളിലെ ചർച്ച ജീവകാരുണ്യ പ്രവർത്തനത്തെ കുറിച്ചാണ്. ഈ ചർച്ചയാണ് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചത്. രാഷ്ട്രീയ വേദികളിലെ, തിരഞ്ഞെടുപ്പ് വേദികളിലെ ഈ ചർച്ചയിൽ നിന്നും മാറി ഇനി ഇത് നിയമസഭയിലെ ചർച്ചയായി ഇതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് കേരളത്തിലെ വേദനിക്കുന്ന, വിഷമിക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ പ്രഖ്യാപിക്കുന്ന, വിതരണം ചെയ്യുന്ന വലിയ രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കണം. ഒരുപക്ഷെ പ്രകടന പത്രികയിലെ 11 തരത്തിലുള്ള ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്കുണ്ട്. വളരെ സന്തോഷം തോന്നിയ ഒന്നാണ്. ഞാനൊക്കെ പല വേദികളിലും പറയും, സൗജന്യ ചികിത്സ, നിർബന്ധമായിട്ടും സൗജന്യ ചികിത്സ കൊടുക്കണം. ഇത് പറയുന്ന സമയത്ത് ഞാൻ രാഷ്ട്രീയക്കാരനൊന്നുമല്ല, ഞാനൊരു ജീവകാരുണ്യ പ്രവർത്തകൻ. സൗജന്യ ചികിത്സ കൊടുക്കണം എന്ന് ഞാൻ പറയുമ്പോ അതൊരു ഗവൺമെന്റിനെയും അപമാനിക്കാനല്ല. എന്റെ മുന്നിലേക്ക് എത്തുന്നത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ വരുന്ന ആളുകളാണ്. ഇത്തരം ആളുകളൊക്കെ എന്റെ മുന്നിലേക്ക് ഓടിയെത്തുമ്പോ എത്രയോ ആളുകൾ വീടില്ലാതെ വരുന്ന ആളുകളാണ്. സ്വന്തമായിട്ട് വീടില്ല, മക്കളെയും കൊണ്ട് എവിടെ കിടക്കണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട്.
അതുപോലെ തന്നെ ചികിത്സക്ക് സൗകര്യങ്ങളില്ലാതെ വരുന്ന ആളുകളാണ് കിഡ്നി രോഗികൾ. ഇതൊക്കെ ഞാൻ പറയുമ്പോ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോ ഇതിന്റെ ഗൗരവം എത്രയാണെന്ന് മനസ്സിലാവില്ല. അത് അനുഭവിക്കണം. നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ പരിസരങ്ങളിലോ മാരകമായ അസുഖം ബാധിച്ച രോഗികളുണ്ടെങ്കിൽ അവന്റെ പ്രയാസങ്ങൾ കാണുമ്പോഴേ ഞാൻ സംസാരിക്കുന്നതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കിഡ്നി രോഗിക്ക് അവന്റെ കിഡ്നി മാറ്റിവെക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവ്. ഒരു ലിവർ മാറ്റിവെക്കാൻ 20 ലക്ഷം മുതൽ 35 ലക്ഷം രൂപ വരെ ചെലവാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുമ്പോ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് എങ്ങനെയാണ് ചികിത്സ നടത്താം? പെയിൻ കില്ലർ കഴിച്ച് വേദന മാറ്റിയിട്ട് മരണം കാത്തുകൊടുക്കുന്ന മനുഷ്യരായിട്ട് ഇത്തരം പാവപ്പെട്ട ആളുകൾ മാറുമ്പോ അത്തരം ആളുകൾക്ക് സൗജന്യമായ ഒരു ചികിത്സാ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ സുഖമായി ചികിത്സ നടത്തി വീട്ടിലേക്ക് വരാം. അത്തരത്തിലുള്ള ഒരു സൗകര്യം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനെത്രയോ മാതൃകകളും നമ്മുടെ മുന്നിലുണ്ടായിട്ടുണ്ട്. പോണ്ടിച്ചേരിയിലെ ജിപ്മർ ഹോസ്പിറ്റല് സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഇതുപോലെ ഒരുപാട് ആശുപത്രികളുണ്ട്. ഇത്തരം സൗകര്യങ്ങൾ നമ്മുടെ കേരളത്തില് ഇല്ലാതാവുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടാവണം. പക്ഷേ നമ്മളിപ്പോ ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ നോക്കിക്കണ്ടു UDFന്റെ പ്രകടന പത്രികയിൽ ബിൽ രഹിത ആശുപത്രികൾ. അത് തന്നെയാണ് സൗജന്യ ചികിത്സ. ചികിത്സിക്ക, എഴുന്നേറ്റ് പോവാ, ബില്ലൊക്കെ ഗവൺമെന്റ് നോക്കിക്കോളല്ലോ. ബിൽ രഹിത ആശുപത്രികൾ 5 ലക്ഷം കുടുംബങ്ങൾക്കാണ് വീട് നൽകും എന്ന് പറഞ്ഞിട്ടുള്ളത്. 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകാൻ സാധിച്ചാൽ എനിക്ക് തോന്നുന്നത് ഏകദേശം 99% ആളുകളുടെയും വീടില്ലാത്ത പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ന്യായ് പദ്ധതി എന്ന ഒരു പദ്ധതിയിലൂടെ ഓരോ കുടുംബത്തിനും 6000 രൂപ അവന്റെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. ഒരു പാവപ്പെട്ടവന്, ഒരു സാധാരണക്കാരന്, നമ്മുടെ ഈ നാട്ടിലൊക്കെ ഒരുപാട് ചുമട്ട് തൊഴിലാളികളുണ്ട്. അവരുടെയൊക്കെ ശമ്പളം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവര് പറഞ്ഞു തരും 5000, 6000, 7000. പാവങ്ങളാണ്, അത്രേ കിട്ടുന്നുള്ളൂ. കാരണം പണി എത്രയല്ലുള്ളൂ. ഓരെന്താ ചെയ്യാ? ഈ പൈസ കൊണ്ടാണ് അവര് അന്തസ്സായി അഭിമാനത്തോടെ ജീവിക്കുന്നത്. അപ്പൊ ന്യായ് പദ്ധതിയിലൂടെ 6000 രൂപ ഒരു കുടുംബത്തിന്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാല് ഇതേ UDF പറയുന്നുണ്ട് ഭക്ഷണ കിറ്റ് നിലനിർത്തും. എല്ലാ കുടുംബത്തിലേക്കും ഭക്ഷണ കിറ്റ് കിട്ടും. അപ്പൊ ഒരു ഭാഗത്തുനിന്ന് കിറ്റ് കിട്ടുന്നു, റേഷൻ കടകളിലൂടെ 35 കിലോ അരി കിട്ടുന്നു. 6000 രൂപ അക്കൗണ്ടിലേക്ക് കിട്ടുമ്പോ അതിൽ നിന്നും 10,000, 2,000, 3,000 കുടുംബ ചെലവിന് മാറ്റിവെച്ചാൽ ഇനി വാടക വീട്ടിൽ താമസിക്കുന്ന ആളാണെങ്കിലും ബാക്കി വരുന്ന പൈസക്ക് വാടക കൊടുത്തിട്ട് ഒരാളുടെ മുന്നിലും തലകുലിക്കാതെ, ആരുടെ മുന്നിലും കൈനീട്ടാതെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാലോ. ഇനി ഇതിനേക്കാൾ നല്ല ഒരു പ്രഖ്യാപനം, ഇതിനേക്കാൾ നല്ല രീതിയിൽ ഒരു ജനകീയമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ആരാണ് നടത്തുക? അപ്പൊ ചിലര് പറയും ഇതൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാഗ്ദാനങ്ങളല്ലേ എന്ന് ചോദിക്കും. പ്രഖ്യാപിച്ചത് UDF ആണ് എങ്കിൽ അത് നടത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിയ ജനസമ്പർക്ക പരിപാടി ലക്ഷക്കണക്കിന് രോഗികളെയാണ് സഹായിച്ചത്. അതുപോലെ തന്നെ കാരുണ്യ പദ്ധതി അന്നത്തെ സർക്കാർ കൊണ്ടുവന്നതാ. ഇന്ന് അതൊക്കെ എടുത്ത് കളഞ്ഞ് അതൊക്കെ പോയി. എത്രയോ രോഗികൾക്ക് ആശ്വാസമായി. രോഗികൾക്കും രോഗിയുടെ കൂട്ടിരിക്കുന്നവർക്കുമുള്ള സഹായ പദ്ധതി ഇതൊക്കെ കൊണ്ടുവന്നില്ലേ? 4 ലക്ഷം വീടുകളാണ് അന്നത്തെ സർക്കാർ കൊടുത്തു എന്ന് ഞാൻ, അല്ലേ, 4 ലക്ഷം വീടുകൾ ഞാൻ പറഞ്ഞു. സർക്കാർ മാറി വന്നപ്പോ ആ കാരുണ്യ പദ്ധതിനെ എടുത്ത് ആദ്യം വലിച്ചെറിഞ്ഞു. അങ്ങനെ ഓരോന്നോരോന്നോരോന്നായി എടുത്തു കളഞ്ഞിട്ട്
ഇപ്പൊ പറയാൻ പ്രത്യേകിച്ച് ഒരു കാരണങ്ങളും കാണുന്നില്ല. ഒരൊറ്റ കാര്യം പറയുന്നുണ്ട്, ഞങ്ങൾ പെൻഷൻ 1600 രൂപയാക്കും, ഇപ്പൊ കിറ്റ് കൊടുക്കുന്നുണ്ട്. ആ കിറ്റ് മാർച്ച് വരെയോ അല്ലെ, ഒരു മാസവും കൂടി കിട്ടും എന്ന് നേരത്തെ തന്നെ പറയുകയും ചെയ്തു. അതായത് പറഞ്ഞത് എങ്ങനെയല്ല, അടുത്ത മാസവും കൂടി നിങ്ങൾക്ക് കിറ്റ് കിട്ടും. ഒറ്റ വാക്കിൽ അവസാനിച്ചു. അതിന്റെ അപ്പുറത്തേക്ക് പറയാനൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ UDFന്റെ പ്രകടന പത്രിക അത് കണ്ട കേരളത്തിന്റെ പൊതുവികാരം, ആ വികാരമാണ് ഒരു ഭരണമാറ്റത്തിന്റെ വലിയ ഒരു കൊടുങ്കാറ്റായിട്ട് ഇന്ന് 11 മണി മുതൽ ആഞ്ഞടിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതിന് മാറ്റം വരും. ഞാൻ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വന്നത് രാഷ്ട്രീയത്തിലേക്ക് കയറി വരാനൊന്നുമല്ല. ഞാൻ എന്നും രാഷ്ട്രീയത്തിൽ നിൽക്കാതെ എന്റെ ജീവകാരുണ്യ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പലപ്പോഴും എന്റെ ലൈവുകളിൽ ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല, ഞാൻ MLA ആവാനില്ല, ഞാൻ MP ആവാനില്ല, ഞാൻ ഒന്നിനുമില്ല, എന്നെ വെറുതെ വിടണം എന്ന് ഞാൻ നിരന്തരം നിങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒരു 3 വർഷം മുൻപ് പട്ടാമ്പിയിലെ ഒരു പരിപാടിയില് കളത്തിൽ അബ്ദുള്ള സാഹിബിന്റെ ചെയർമാൻ, അദ്ദേഹം ചെയർമാനായിരുന്നപ്പോ അന്നുണ്ടായ സൈബർ ആക്രമണം ഭയങ്കരമായിരുന്നു. അപ്പൊ ഞാൻ വല്ലാത്ത വിഷമം തോന്നി. കാരണം ഇന്നലെ വരെ നീ ചെയ്യുന്നതൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞ ആളുകള് ഇന്ന് മാറ്റി എഴുതാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം രാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞത് ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു എന്നല്ലേ, ഇന്ന് ഞാൻ അങ്ങനെയാണ് എന്നല്ലല്ലോ. പക്ഷേ ഇവരിത് കേൾക്കാൻ തയ്യാറായില്ല. നിരന്തരം ആക്രമിക്കാൻ തുടങ്ങി. കള്ളൻ, കമ്മീഷൻകാരൻ, അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കുന്നവൻ, ഇങ്ങനെ ഒരു മനുഷ്യനെ ഒരു അധോലോക രാജാവാക്കുന്ന രീതിയിലൊക്കെ നിരന്തരം ആക്രമിക്കാൻ തുടങ്ങി. ഞാനെന്നാ വളരെ വിഷമത്തോടെ ഞാൻ അവരോട് പറഞ്ഞത്, ദയവ് ചെയ്ത് എന്നെ ആക്രമിക്കരുത്. പേടിച്ചിട്ടൊന്നുമല്ല. കാരണം നിങ്ങൾ എന്നെ നിരന്തരം വേട്ടയാടുമ്പോ, നിങ്ങൾ എന്നെ സഹായിക്കുന്ന എന്റെ സഹോദരങ്ങളിലേക്ക് തെറ്റായ വാർത്തകൾ നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോ അവർക്ക് വിശ്വസ്തത നഷ്ടപ്പെട്ടാൽ ആ നഷ്ടം എനിക്കല്ല, മറിച്ച് എന്റെ സഹായം അഭ്യർത്ഥിച്ചു വരുന്ന എത്രയോ പാവപ്പെട്ട ആളുകൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അത്തരം ആളുകൾക്ക് അവന്റെ ചികിത്സയ്ക്കും അവന് വീടില്ലാതിരിക്കുമ്പോഴും അവന്റെ മക്കളെ കെട്ടിക്കാനൊക്കെ സഹായിക്കാൻ എനിക്ക് കഴിയാതെ പോയാൽ ആ വിഷമം കൊണ്ട് പലപ്പോഴും ഇവരുടെ മുന്നിൽ ഞാൻ ലൈവിലൂടെ വന്ന് കരഞ്ഞിട്ടുണ്ട്. ദയവ് ചെയ്ത് ദ്രോഹിക്കരുത്. ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല, ഞാൻ നിഷ്പക്ഷമായി മുന്നോട്ട് പോട്ടെ. പക്ഷേ ഒരു തരത്തിലും ഇവരെ നിർത്തിയില്ല. ഇവരാക്രമിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചാരിറ്റിയെ ഇല്ലാതാക്കാനുള്ള ഒരു രീതിയിലേക്ക് ഈ സംഘങ്ങൾ വളർന്ന് ആക്രമണം മറ്റൊരു തരത്തിലേക്കൊക്കെയായി. അതൊരു ഭാഗമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സാധ്യത എന്റെ മുന്നിലേക്ക് വന്നത്. അപ്പോഴും ഞാനില്ലാന്നാ പറഞ്ഞത്. അങ്ങനെ ഒരു ചാനൽ ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോ അതിന്റെ അവതാരകൻ പറഞ്ഞു, ഫിറോസ് ഒരു MLA ആയിക്കഴിഞ്ഞാല് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാലോ, നിങ്ങളൊരു MLA ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചെയ്യാലോ, നിങ്ങൾക്കൊരു ആധികാരികത നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വരില്ലേ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു, ശരിയാണല്ലോ അല്ലെ, എന്നാ പിന്നെ നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് ആലോചിക്കാം. അങ്ങനെ രണ്ടാമതും എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എന്നാ പിന്നെ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ളതിലേക്ക് ഞാൻ എത്തി. അങ്ങനെയാണ് ഞാനിതാ നിങ്ങളുടെ മുന്നിൽ ഈ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിട്ടുള്ളത്. ഒരിക്കലും ഞാൻ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കാനോ അതല്ലെങ്കിൽ അവരെ തള്ളിപ്പറയാനോ മാറ്റി നിർത്താനോ ഉള്ള ഒരാളായിട്ടല്ല ഞാനിവിടെ എത്തിയിട്ടുള്ളത്. എനിക്കെല്ലാവരും വേണം. കണ്ണൂരിൽ ഞാനൊരു വീഡിയോ ചെയ്യാൻ പോയിട്ട്, കണ്ണൂര് ചെറുപുഴയിലെ ഒരു സുനിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആക്സിഡന്റ് പറ്റിയിട്ട്, അദ്ദേഹം തെങ്ങ് കയറ്റ തൊഴിലാളിയോ ഓട്ടോറിക്ഷ ഡ്രൈവറോ അങ്ങനെ എന്തോ ആണ്, ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ബില്ലടയ്ക്കാൻ പൈസ ഇല്ലാതെ എന്നെ വിളിക്കുക. ഞാനിവിടെ നിന്ന് കാറെടുത്ത് കണ്ണൂരെത്തി ആശ്രമത്തിലേക്ക് കയറി ചെന്ന് ഇദ്ദേഹത്തെ കാണുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ കടന്ന് കരയണം. അപ്പ 2 കാലിൽ നിന്നും ഓരോ ട്യൂബ് കനമുള്ളത് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അതിന്റെ താഴെ ഒരു മെഷീൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പൊ ഞാൻ ചോദിച്ചത് എന്ത് മെഷീനാണെന്ന് ചോദിച്ചപ്പോൾ പറയാണ് ആ ശരീരത്തിലെ പഴുപ്പുകൾ വലിച്ചെടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന മെഷീനാണ്. ശരീരം മുഴുവൻ മുറികളൊക്കെ പഴുത്തിട്ട് വേദന സഹിക്കാൻ കഴിയാതെ നിൽക്കാം. തുടർ ചികിത്സ നടത്തണമെങ്കിൽ ബില്ലടക്കണം. ബില്ലടക്കാതിരുന്നാല് ചികിത്സയിൽ എന്തെങ്കിലുമൊക്കെ കുറവ് കിട്ടും. അപ്പൊ ആ നിലക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തെ നോക്കിയപ്പോ ഭാര്യയും ഒരമ്മയും ഒരു ചെറിയ കുഞ്ഞുണ്ട്. എന്ത് ചെയ്യണമെന്ന് ഒരു വഴിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാം. അവിടെ നിന്ന് ചെറുപുഴയിലെ സുനിലേട്ടന് വേണ്ടിയിട്ട് ഒരു സഹായ അഭ്യർത്ഥന നടത്തി. എന്റെ പ്രിയപ്പെട്ട പ്രവാസികളും സ്വദേശികളായിട്ടുള്ള എന്നെ സ്നേഹിക്കുന്നതാണ്, അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. എന്നെ സ്നേഹിക്കുന്ന ആളുകളുടെ വലിയ ഒരു സഹായം കൊണ്ട് സുനിലേട്ടന്റെ അക്കൗണ്ടിലേക്ക് വലിയ ഒരു സംഖ്യ വന്നു. അദ്ദേഹം ബില്ലടച്ച് അതിനുശേഷം എന്നെ വിളിച്ച് നന്ദിയൊക്കെ അറിയിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു വീട് വെക്കാൻ തീരുമാനിച്ചു ബാക്കി പണം കൊണ്ട്. നമ്മളൊന്ന് ആലോചിച്ചോട്ടെ, ഒരു വീട് ഇട്ടപ്പോ എന്തൊക്കെ സൗകര്യങ്ങളാണ് കിട്ടിയത്. ഒരു വീട് വെക്കാൻ പോവാണ്, ഫിറോസ് തന്നെ വന്നിട്ട് ആ വീടിന്റെ തറക്കല്ലിടണം എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഞാൻ പോയി. അവിടെ നൗഫലിക്കുണ്ട്, ഞാൻ നൗഫലിക്ക് എല്ലാവരും കൂടി ചേർന്ന് ആ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി. എന്നെ കണ്ടതും അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു. അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് പിടിച്ചിട്ട്, നിങ്ങൾ അന്ന് ഞങ്ങളെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കുടുംബം അനാഥമായി പോയേനെ. ഇന്ന് എനിക്ക് എന്റെ ജീവനും തിരിച്ചു കിട്ടി. എന്റെ മക്കൾക്ക് തലചായ്ക്കാൻ ഒരു വീട് കൂടി ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യമായിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ഡിവൈഎഫ്ഐന്റെ പ്രവർത്തകനാണ് ഇവിടത്തെ. അദ്ദേഹം ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് എന്ന് ഞാൻ അറിയുന്നത് 2-3 മാസം കഴിഞ്ഞിട്ടാണ്. ഞാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ മാറ്റി നിർത്തിയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരി അപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. സഹോദരി പറഞ്ഞത്, ഞാൻ ഇവിടുത്തെ പാർട്ടി മെമ്പറാണ് കേട്ടോ. ആ സഹോദരിയുടെ ഭർത്താവ് അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഇവിടുത്തെ CITUവിന്റെ തൊഴിലാളിയാണ്. അങ്ങനെ 100% ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു. ഞാൻ എന്തിനാണ് ആ ഭാഗം എടുത്തു പറഞ്ഞത് എന്ന് വെച്ചാല്, പലർക്കൊക്കെ തോന്നും ഫിറോസ് കുന്നംപറമ്പിൽ ഒരു UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് വന്നിട്ടുള്ളത്. അല്ല, ഞാൻ വന്നത് തവനൂരുകാരുടെ മൊത്തം MLA ആണ്. അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടാവൂല, അതിനകത്ത് ജാതിയും മതവും ഉണ്ടാവൂല. പക്ഷേ എന്നെ ഇവിടെ വിജയിപ്പിച്ചെടുക്കാൻ UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അതല്ലാതെ വേറെ വഴിയില്ലല്ലോ അല്ലെ. അങ്ങനെയല്ലേ ഇപ്പൊ പറ്റുള്ളൂ. എന്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാവണം എന്നുള്ളതാണ്. ആ UDFന്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഇനി എന്നെ വിജയിപ്പിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാളായി, മറ്റുള്ളവർ പറയുന്ന പോലെയൊന്നുമല്ല, നിങ്ങളുടെ കുടുംബത്തെ ഒരു അംഗത്തെ പോലെ തന്നെ, നിങ്ങളുടെ ഒരു സഹോദരനെ പോലെ, നിങ്ങളുടെ ഒരു മകനെ പോലെ, നിങ്ങളുടെ വേദനയിലും വിഷമത്തിലും സന്തോഷത്തിലും ഒക്കെ ഞാൻ ഉണ്ടാവും. ഒരു ആലത്തൂരിൽ നിന്ന് ഒരുത്തൻ തവനൂരിലേക്ക് വന്നു എന്ന് വിചാരിക്കണ്ട. വിജയിച്ചാൽ അതിന്റെ പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് കട്ടിലും കിടക്കുകയും അലമാരയൊക്കെ എടുത്ത് ഞാനിവിടെ വരും. എന്നിട്ട് ഒരു തവനൂരുകാരനായിട്ട് ഞാനിവിടെ ഉണ്ടാവും. നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും. എന്താണെങ്കിലും അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. ഒരു 5 വർഷം നിങ്ങൾ എനിക്ക് തന്നു നോക്കാം. നമുക്ക് നോക്കാലോ, ശ്രമിക്കാലോ. ഒരു 15 വർഷം നിങ്ങൾ അപ്പുറത്ത് കൊടുത്തില്ലേ, ഒരു 5 വർഷം കഴിഞ്ഞിട്ട് തന്നു നോക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാലോ. അപ്പൊ അതിലേക്കായിട്ട് നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കൈപ്പത്തി അടയാളത്തിലാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ കൈപ്പത്തി അടയാളത്തിൽ തന്നെ വോട്ട് ചെയ്ത് നിങ്ങൾ വിജയിപ്പിക്കണം. ഒരുപക്ഷെ കാലങ്ങളായിട്ട് മറ്റുള്ള ചിഹ്നങ്ങളിലൊക്കെ നിങ്ങൾ കുത്തിയിട്ടുണ്ടാവും. ഒന്ന് മാറ്റി കുത്തുമ്പോൾ ചെറിയ വിഷമങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അതൊക്കെ ഈ നാടിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ എന്റെ മറ്റുള്ള സഹോദരങ്ങളൊന്ന് വിചാരിക്കണം. ഞാൻ പറഞ്ഞത് മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളാണ് എന്ന് വിചാരിച്ചാല് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതിന് നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ നിൽക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.
രീതിയിൽ TP പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ കൊണ്ട് അവരൊക്കെ സംഭവത്തോടു കൂടി ഈ പരിപാടിയുടെ നന്ദി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി അഷ്റഫ് മാളൂരിനെ ആദരവും ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഈ യോഗത്തിൽ സംബന്ധിച്ച ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കും നേതാക്കൾക്കും നന്ദി പ്രകാശിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം മാത്രം നിർവഹിക്കുക. പ്രിയപ്പെട്ട നേതാക്കന്മാർക്കും സ്ഥാനാർത്ഥി മറ്റുമാർക്കും നന്ദി പ്രകാശിപ്പിക്കുക. ചാനൽ ചർച്ചയുണ്ട്. മീഡിയ പറയാൻ പറ്റില്ല.